രാധേ കൃഷ്ണ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സുഹൃതികളായ എല്ലാ പുണ്യാത്മാക്കൾക്കും വിനീതമായ നമസ്കാരം. 2025 ഡിസംബർ 31 അഥവാ ധനുമാസം 16 ബുധനാഴ്ച ശ്രീ പത്മനാഭസ്വാമിയുടെ അതുപോലെ തിരുപ്പതി ഭഗവാന്റെ അതിശ്രേഷ്ഠമായ വൈകുണ്ഠേകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി, പുത്രത ഏകാദശി, നെല്ലുവായി ഏകാദശി എന്നൊക്കെ അറിയപ്പെടുന്ന ഏകാദശി, ഗുരുവായൂർ ഏകാദശിക്ക് ഗുരുവായൂർ എത്രമാത്രം പ്രാധാന്യമുണ്ടോ, തൃപ്രയാർ ഏകാദശിക്ക് തൃപ്രയാർ എത്ര പ്രാധാന്യമുണ്ടോ, അതുപോലെ തന്നെയാണ് ഈ വൈകുണ്ഠ ഏകാദശി അഥവാ സ്വർഗവാതിൽ ഏകാദശി പത്മനാഭസ്വാമിക്കും തിരുപ്പതി ഭഗവാനും ഒക്കെ വളരെയധികം പ്രാധാന്യവും ശ്രേഷ്ഠമായി അത് ആചരിച്ചു വരുന്ന പുണ്യസുദിനങ്ങളാണ്. എല്ലാവർക്കും ഈ സ്വർഗവാതിൽ ഏകാദശി അനുഷ്ഠാനത്തിലൂടെ ഭഗവാന്റെ അനുഗ്രഹം, എല്ലാ ഐശ്വര്യ സമ്പൽ സമൃദ്ധിയും സന്താന സൗഭാഗ്യവും അതുപോലെ മോക്ഷവും ഇഹത്തിലും പരത്തിലും എല്ലാവിധ ഭോഗങ്ങളും അനുഭവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരുപാട് പേർക്ക് കലണ്ടറിൽ ഡിസംബർ 30 ഏകാദശി എന്ന് കാണുന്നുണ്ടല്ലോ. അതുപോലെ ഡിസംബർ 30 രാവിലെ 7:51 ആരംഭിച്ച് 31 5:01 വരെ ഉള്ളല്ലോ ഏകാദശി തീയതി. അപ്പോൾ ഏകാദശി തീയതി കൂടുതലുള്ളത് 30 അല്ലേ, അന്നല്ലേ നോക്കേണ്ടത്? ചിലർ 31 പറയുന്നുണ്ടല്ലോ എന്നൊക്കെ ഒരുപാട് പേരുടെ സംശയമാണ്. അത് നമ്മൾ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഒരു മാസത്തിൽ കറുത്തപക്ഷം, വെളുത്തപക്ഷം, അതുപോലെ ഭൂരിപക്ഷ ഏകാദശി, അനന്തപക്ഷ ഏകാദശി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതായത് ഉദയത്തിൽ ദശമിയോടുകൂടി വരുന്ന ഏകാദശിയാണ് ഭൂരിപക്ഷ ഏകാദശി. അത് 30 തിഥി കൂടുതലുണ്ടെങ്കിലും ദശമിയോടുകൂടി ഏകാദശി ആയേണ്ടത് നോക്കാൻ പാടില്ല, അത് വിഷതുല്യമാണെന്നും, അതുപോലെ 31 ഏകാദശി തിഥി കുറവാണെങ്കിൽ പോലും ഉദയത്തിൽ ഏകാദശിയും അതുപോലെ മഹാദ്വാദശിയും കൂടി ചേർന്ന ആനന്ദപക്ഷ ഏകാദശി അത് വൈഷ്ണവർക്ക് വളരെ പ്രിയപ്പെട്ടതും അമൃതതുല്യവുമായതുകൊണ്ട് യാതൊരു സംശയവുമില്ല. ഡിസംബർ 31 അഥവാ ധനുമാസം 16 ബുധനാഴ്ചയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന സംശയത്തെ തീർത്തുകൊണ്ട് നമുക്ക് ഏകാദശിയിലേക്ക് ഒന്ന് കടക്കാം. കൃഷ്ണ ഗുരുവായൂരപ്പ ശിവപത്മനാഭസ്വാമി ശരണം. തിരുപ്പതി ഭഗവാൻ ശരണം. കൃഷ്ണ ഗുരുവായൂരപ്പ ഗോവിന്ദ ഗോവിന്ദ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ. യത്ര മമ ചിത്തപങ്കജം തത്ര തവ കോമളം ബഭോ, യത്ര മമ വാക്പ്രകാശതേ തത്ര തവ നാമസന്തതി. ബർഹാപീഠം നടവര ബഭു കർണയോ കർണികാരം, ബിഭ്രദ്വാസ കനകവിശം വൈജയന്തീഞ്ചമാലാം, രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദേർ, വൃന്ദാരണ്യം സ്വപതരമണം പ്രാവിശൽ ഗീതകീർത്തിം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും സ്വർഗവാതിൽ ഏകാദശി, വൈകുണ്ഠ ഏകാദശി, അതുപോലെ ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയറോടെ എല്ലാവർക്കും ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഒരു പുതുവർഷ പുലരി അഥവാ നവോത്സര 2026 നമ്മൾ പ്രവേശിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ഭഗവാന്റെ അനുഗ്രഹങ്ങളും നേടാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതായത് ധനുമാസം അഥവാ പൗഷമാസത്തിലെ വെളുത്ത പക്ഷ ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശിയായി അഥവാ വൈകുണ്ഠ ഏകാദശിയായി അഥവാ പുത്രാദ ഏകാദശിയായിട്ടൊക്കെ അറിയപ്പെടുന്നത്. ഏകാദശി തിഥി ആരംഭിക്കുന്നത് ഡിസംബർ 30 രാവിലെ 7:05 ആരംഭിച്ച് 31 വെളുപ്പിനെ 5:01 വരെയാണ് ഏകാദശി തിഥി ഉള്ളത്. ഹരിവാസര സമയം 30 രാത്രി 10:12 ആരംഭിച്ച് 31 രാവിലെ 10:29 വരെയാണ് ഏകാദശി കഴിഞ്ഞാൽ പിന്നെ ഹരിവാസരത്തിൻ്റെ ആ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുന്ന ഭഗവാനും ലക്ഷ്മി ദേവിയും കൂടെ ഉള്ള സാന്നിധ്യം. പിന്നെ 31 ഏകാദശി അനുഷ്ഠിച്ച് ജാനുവരി 1 രാവിലെ 6:37 മുതൽ 10:29 വരെയുള്ള സമയമാണ് പാരണ വീടേണ്ടത്. എല്ലാ ദിവസവും കുളിച്ചു വന്ന് വിളക്ക് കൊളുത്തി തുളസിക്ക് വെള്ളം ഒഴിച്ച് തുളസി തീർത്ഥം കഴിക്കുന്നു.
സ്മരണ വീടുമ്പോൾ നമ്മൾ ശലോണക്കലരിയോ അവലോ മലരോ ഇട്ട് ഭഗവാനെ അറിഞ്ഞുകൊണ്ടോ അറിയാതോ വ്രതത്തിൽ എന്തെങ്കിലും തെറ്റ് വന്നേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന് പാരണ സമർപ്പിച്ചുകൊണ്ട് കുടിക്കുന്നതായിട്ട് എനിക്ക് ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിക്കുക. ഹരിവാസര സമയത്ത് എല്ലാവരും കഴിയുന്നത്ര ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ, അതുപോലെ ഭഗവാന്റെ ഭാഗവതവും ഭഗവത്ഗീതയും നാരായണിയും ഒക്കെ ആത്മീയ ഗ്രന്ഥങ്ങളും ശാസ്ത്രങ്ങളും ഈശ്വര സ്മരണയോട് കൂടുതലിരിക്കാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓരോ ഏകാദശിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട വ്രതകഥ പത്മപുരാണത്തിൽ പറയുന്നു. നമ്മളത് ശ്രദ്ധയോടും ഭക്തിയോടുകൂടി കേൾക്കുകയും പ്രത്യേകിച്ചും പാരണ സമയത്ത് അത് ആ കഥ സ്മരിക്കുകയും താല്പര്യമുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ വളരെയധികം മഹത്വമാണ്. അപ്പോൾ ഈ ഏകാദശിയായിട്ട് പറയുന്ന ഒരു വ്രതകഥ, പണ്ട് ഭദ്രാവതിപുരി എന്ന ഒരു രാജ്യത്ത് സുകേതുമാൻ എന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ചെമ്പക എന്ന അദ്ദേഹത്തിൻ്റെ പത്നിയുടെ പേര്. അവർക്ക് വിവാഹം കഴിഞ്ഞ് വളരെ കാലമായിട്ടും ഒരു സന്താനഭാഗ്യം ഉണ്ടായില്ല. അപ്പോൾ സന്താനമില്ലാത്തത് കൊണ്ട് വളരെയധികം രാജാവും രാജ്ഞിയും ഒക്കെ ദുഃഖിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, എന്ത് ചെയ്യണം, എവിടെ പോകണം, ആരെയാണ് സന്താന ലാഭത്തിന് വേണ്ടി കാണേണ്ടതെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ആ രാജാവും രാജ്ഞിയും വളരെയധികം ദുഃഖിച്ചു. കാരണം നമ്മുടെ കാലം കഴിഞ്ഞാൽ ഇപ്പോൾ പിതൃക്കൾക്കൊക്കെ നമ്മൾ ശ്രാദ്ധമൂട്ടുന്നുണ്ട്. നമ്മുടെ കാലം കഴിഞ്ഞാൽ ആ പിതൃക്കൾക്ക് ആര് ശ്രാദ്ധമൂട്ടും? അതുപോലെ നമ്മുടെ ശേഷക്രിയകളൊക്കെ ആര് ചെയ്യും? വർഷാവർഷങ്ങളിൽ വരുന്ന ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? ഇങ്ങനെ പലതരത്തിൽ സന്താനമില്ലാതെ വന്നാലുള്ള പലതരത്തിലുള്ള ദുഃഖത്തെ ഓർത്തുകൊണ്ട് ഇങ്ങനെ രാജാവും രാജ്ഞിയും ദുഃഖിച്ചങ്ങ് കഴിയുന്നു. പുത്രന് ഇല്ലെങ്കിൽ ജന്മം സഫലമാവില്ല, ഇങ്ങനെ പലതരത്തിൽ അങ്ങനെ ദുഃഖിച്ചൊക്കെ ഇരിക്കുന്ന ഒരു എന്താ പറയണ്ടേ, ആത്മഹത്യയുടെ വക്കം പോലും രാജാവ് ചിന്തിച്ചു എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. അങ്ങനെ വളരെയധികം ദുഃഖിതനായി പ്രഭാതം മുതൽ അർദ്ധരാത്രി വരെ എന്ന് പറയുന്ന പോലെ ഇങ്ങനെ വല്ലാത്ത ചിന്തയിലുള്ളതുകൊണ്ട് രാജഭരണത്തിലൊന്നും അദ്ദേഹത്തിന് പതുക്കെ പതുക്കെ ശ്രദ്ധ കുറഞ്ഞു എന്ന് ഉള്ള അവസ്ഥയിലെത്തി. അങ്ങനെയാണ് രാജ്യത്തിന് പോലും അത് ബുദ്ധിമുട്ടാവുമെന്ന് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ആരോടും പറയാതെ ഒരു ദിവസം ഒരു കുതിരപ്പുറത്ത് കയറി അങ്ങനെ ഘോരമായ വനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹം, അപ്പം മന്ത്രിമാരും ആരുമില്ല, ആരെയും അറിയിക്കാതാണ് പോയത്. അങ്ങനെ ഘോരമായ വനത്തിലൂടെ അങ്ങനെ സഞ്ചരിച്ചു. പലതരത്തിലുള്ള മൃഗങ്ങൾ പക്ഷികൾ ഒക്കെ ഇണകളോട് ചേരുന്നതായും അതുപോലെ കൊച്ചു സന്താനങ്ങളോട് ഒക്കെ ഗൃഹസ്ഥ ദാമ്പത്യ സുഖങ്ങളൊക്കെ അനുഭവിക്കുന്നതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത ഒരു ഗൃഹം ആയാൽ അല്ലെ ഭാര്യാഭർത്തൃ ബന്ധത്തിലൊരു സന്താനം ഉണ്ടാവുമ്പോഴാണ് ആ സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കാൻ സാധിക്കുക. ഇത് കണ്ടോ മൃഗങ്ങളും പക്ഷികളും ആനന്ദിക്കുന്നത് എന്നൊക്കെ ഉള്ള പലതര ചിന്തകൾ അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ വളരെയധികം വിഷമിച്ച് കൊടുങ്കാറ്റിലൂടെ അങ്ങനെ നീങ്ങിപ്പോകുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത ദാഹം ഉണ്ടായി. അങ്ങനെ ദാഹം വന്ന ദാഹം മാത്രമല്ല വിശപ്പും അല്ലേ, ദുഃഖം കാരണം വിശപ്പിനൊന്നും ഉള്ള ഒരു ഇതില്ലാത്തൊരവസ്ഥയായി. ഏതായാലും അങ്ങനെ തൊണ്ട വറ്റി വരണ്ട അവസ്ഥയായാലും അപ്പം എന്താ എനിക്ക് ഇങ്ങനെ ഒരു കഷ്ടപ്പാട് വരാൻ കാരണം എന്താണ്? ഞാൻ എന്തെല്ലാം ഇത് യജ്ഞങ്ങളും ഒക്കെ ചെയ്തു, അല്ലെങ്കിൽ ബ്രാഹ്മണരെ സന്തോഷിപ്പിച്ചു, ദാനങ്ങൾ ചെയ്തു, എന്നിട്ടൊന്നും എനിക്ക് ഒരു സന്താനത്തെ കിട്ടാത്ത എന്താണ്? ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകളാൽ അദ്ദേഹം ഇങ്ങനെ ദാഹിച്ചു വലഞ്ഞ വിശപ്പും സഹിക്ക വയ്യാതെ നീങ്ങുമ്പോൾ അവിടെ ഒരു തടാകം കണ്ടു. മഹാസരസ് തുല്യമായ ധാരാളം താമരപ്പൂക്കളൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന ഒരു പൊയ്കയെന്നും സരസ്സെന്നും ഒക്കെ പറയാം അല്ലേ, താമരകളുള്ളതുകൊണ്ട്. ഏതായാലും അങ്ങനെ വളരെയധികം സന്തോഷം തോന്നി അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലം കണ്ണൊന്ന് തുടിച്ചു എന്നാണ് പത്മപുരാണത്തിൽ പറയുന്നത്. അപ്പോൾ പുരുഷന്മാർക്ക് വലത് കണ്ണ് തുടിക്കുന്നത് വളരെ നല്ല കാര്യമാണ്, സ്ത്രീകൾക്ക് ഇടത് കണ്ണും എന്നൊക്കെ ഭാഗവതത്തിൽ നമ്മൾ രുക്മിണി സ്വയംവര സന്ദർഭങ്ങളിൽ സ്മരിക്കാറുള്ളത് ഓർക്കുക. ഏതായാലും ഇവിടെ നമ്മുടെ രാജാവിനെ വലത് കണ്ണൊന്ന് തുടിച്ചു. അദ്ദേഹത്തിന് എന്തോ ഒരു സുഖം, നല്ല കാര്യം സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായി. ഏതായാലും തടാകത്തിലിറങ്ങി അദ്ദേഹം ധാരാളം വെള്ളമൊക്കെ കുടിച്ച് ശരീരശുദ്ധിയൊക്കെ വരുത്തി. അതിനുശേഷം കുതിരപ്പുറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ ബ്രാഹ്മണരുടെ വേദമന്ത്രങ്ങൾ, ഗായത്രിയും അതുപോലെ ഋഗ്വേദം യജുർവേദം സാമവേദത്തിലെയൊക്കെ മന്ത്രങ്ങൾ ഇങ്ങനെ ഉച്ചരിക്കുന്നതായിട്ടൊക്കെ കേട്ടു. ആ മന്ത്രത്തെ ലക്ഷ്യമായി മഹർഷിമാരുടെ അടുത്ത് ചെല്ലുകയും അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ രാജാവ് മഹർഷിമാരെ വന്ദിച്ച്
അവരോട് ചോദിച്ചു, എന്താണ് നിങ്ങളൊക്കെ ഇവിടെ വന്ന് താമസിക്കാനുള്ള കാരണം എന്താണ് ഈ കാട്ടിൽ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ രാജാവിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട്, ഞങ്ങൾ മഹർഷിമാരല്ല, ഞങ്ങൾ വിശ്വദേവന്മാരാണ്, ഇവിടെ സ്നാനത്തിനായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ 5-ാം ദിവസം മാഘമാസം തുടങ്ങുകയാണ്. ഇന്ന് പുത്രത ഏകാദശിയാണ്. അപ്പോൾ ഇത് നോൽക്കുന്നവർക്ക് പുത്രഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഒരുപാട് പേരെ അനുഗ്രഹിക്കാനായിട്ടാണ്, സന്താനമില്ലാത്തവരെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ 5 ദിവസം ഇവിടെ എത്തിച്ചേരാറുള്ളത്. 5-ാം ദിവസം മാഘമാസം തുടങ്ങുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവുകയും ചെയ്യും. അപ്പോൾ സന്താന ഭാഗ്യത്തിന് വേണ്ടി ഇന്നത്തെ പുത്രത ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് എന്നൊക്കെ ഈ വിശ്വദേവന്മാർ നമ്മുടെ രാജാവിനോട് പറഞ്ഞു. അപ്പോൾ രാജാവ് പുത്രലാഭത്തെക്കുറിച്ച് കേട്ടപ്പോൾ വലിയ സന്തോഷമായി. അപ്പോൾ എനിക്കിങ്ങനെ ഒരു സന്താനമില്ലാത്തത് കൊണ്ട് ദുഃഖം കാരണം ഞാൻ ആരും അറിയാതെ വനത്തിലേക്ക് വന്നതാണ്. ഏതായാലും ദേവന്മാരെ കണ്ടതിൽ സന്തോഷം. പുത്രത ഏകാദശിയുടെ പ്രാധാന്യം എന്താണ്, അതെങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുന്നു. അങ്ങനെ വിശ്വദേവന്മാർ ആ തടാകത്തിൽ ഇറങ്ങി കുളിച്ച് എങ്ങനെയാണ് ആ വ്രതം അനുഷ്ഠിക്കേണ്ടതെന്നൊക്കെ രാജാവിന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ച് വിശ്വദേവന്മാർ പറഞ്ഞതനുസരിച്ച് ആ സ്വർഗവാതല ഏകാദശി അഥവാ പുത്രത ഏകാദശി രാജാവ് വിധിയാം വണ്ണം ആ ദശമി ദിവസം ഒരിക്കൽ നോക്കിക്കൊണ്ട് ഏകാദശി ദിവസം പൂർണ്ണ ഉപവാസം, രാത്രി ജാഗരണമൊക്കെ ചെയ്ത് വളരെ ശ്രദ്ധയോടെ എങ്ങനെയാണോ വിശ്വദേവന്മാര് അല്ലെങ്കിൽ മഹർഷിമാരെ പറഞ്ഞു കൊടുത്ത്, ചില പുരാണങ്ങളിൽ മഹർഷിമാരെന്ന് പറയുന്നു, പത്മപുരാണത്തിൽ വിശ്വദേവന്മാര് എന്ന് പറയുന്നു. ഏതായാലും അവർ പറഞ്ഞു കൊടുത്തുള്ള ജ്ഞാനികളായ പരമഹംസന്മാർ പറഞ്ഞു കൊടുത്ത വാക്കുകളിൽ രാജാവിന് വിശ്വാസം തോന്നി. അവരുടെ പറഞ്ഞ അനുസരിച്ചുള്ള അനുഷ്ഠാനങ്ങളിലൂടെ അല്ലെങ്കിൽ ഉപദേശം അനുസരിച്ച് രാജാവ് പുത്രത ഏകാദശി വളരെ ശ്രദ്ധാഭക്തിയോടുകൂടി നോറ്റു. അതിൻ്റെ ഫലമായി ദ്വാദശിയിലെ പാരണയൊക്കെ കഴിച്ച് ആ മഹർഷി വിശ്വദേവന്മാർക്ക് വേണ്ട വിധം ദ്വാദശി പണവും അതുപോലെ വസ്ത്രങ്ങളും ഭക്ഷണങ്ങളും ഒക്കെ കൊടുത്ത് വളരെ സന്തോഷമായി. അങ്ങനെ അവരെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി വേണ്ടവണ്ണം ഉപചാരങ്ങളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഈ മഹർഷിമാരൊക്കെ പോയി. ഏതായാലും വളരെ അധികം താമസിയാതെ വേണ്ടിയിട്ട് രാജാവിൻ്റെ ഭാര്യ ആ ചെമ്പക എന്ന രാജ്ഞി ഗർഭിണിയാകുന്നു. 9-ാം മാസം തികയുന്ന അവസരത്തിൽ യഥാകാലം ആ രാജ്ഞി നല്ല ഒരു ആൺകുഞ്ഞിനെ സന്താനത്തെ പ്രസവിക്കുന്നു. അങ്ങനെ ആ മകൻ്റെ ജന്മത്തോടുകൂടി രാജാവിൻ്റെ രാജ്ഞിയും വളരെ സന്തോഷമായി. രാജാവിൻ്റെ രാജ്ഞിക്ക് സന്തോഷമുണ്ടായ പ്രജകളും എല്ലാവരും ആ ഗ്രാമം മുഴുവൻ ആ സന്തോഷത്തിൽ ആറാടി. എല്ലാവരും ആ പുത്രത ഏകാദശി അനുഷ്ഠിക്കണമെന്ന് രാജാവ് വിളംബരം ചെയ്യുന്നു. അങ്ങനെ ഉത്തമനായ പുത്രനെ ലഭിച്ചിട്ട് കാര്യമില്ല, സൽസന്താനമായിരിക്കണം, അല്ലെ, സൽപുത്രന്മാരായിരിക്കണം. കുടുംബത്തിനും സമൂഹത്തിനും നന്മ ചെയ്യുന്ന ഒരു സൽപുത്രനെ കിട്ടി. അതുകൊണ്ട് എല്ലാവരും ഈ വ്രതം അനുഷ്ഠിക്കുന്നതിനെ കുറിച്ചൊക്കെ രാജാവ് ദീർഘമായിട്ട് എല്ലാവരോടും പറയുകയും വിളംബരം പുറപ്പെടുവിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഏകാഗ്ര ശ്രദ്ധയോടുകൂടി പിന്നീട് എല്ലാ വർഷക്കാലവും അവർ ഏകാദശി അനുഷ്ഠിച്ചു. അതിനുശേഷം ശരീരം വിട്ടുകഴിഞ്ഞാൽ മോക്ഷത്തെ പ്രാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രാജാവ് ഇഹത്തിലും വരത്തിലും ഉണ്ടാകുന്ന എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും ഒടുവിൽ മോക്ഷത്തിനും കാരണമാകുന്ന പുത്ര ഏകാദശി. ഈ ഏകാദശി വ്രതത്തെക്കുറിച്ച് കേൾക്കുകയോ വായിക്കുകയോ പഠിക്കുകയോ താല്പര്യമുള്ളവർക്കോ പറഞ്ഞു കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് എല്ലാവിധ അനുഗ്രഹവും ഭഗവാന്റെ ശ്രീ പത്മനാഭസ്വാമിയുടെ അതുപോലെ തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടുന്നു. അവരവരുടെ പ്രായവും ആരോഗ്യവും അനുസരിച്ച് വിധിയാവണ്ണം ഈ ഏകാദശി ശ്രദ്ധാഭക്തിയോടുകൂടി അനുഷ്ഠിച്ച് ഭഗവാന്റെ കാരുണ്യങ്ങൾക്ക് അനുഗ്രഹങ്ങൾക്ക് എല്ലാവരും അർഹരായി തീരുക എന്ന പ്രാർത്ഥനയോടെ ഓരോ വാക്കുകളും ഗുരുവായൂരപ്പൻ്റെ തൃച്ചേവടികൾ പത്മനാഭസ്വാമിയുടെ തിരുപ്പതി ഭഗവാന്റെ പാദങ്ങളിൽ തുളസി പൂക്കളായി അർപ്പിച്ചുകൊണ്ട് കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിയ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. രാധേ കൃഷ്ണ.